ഇന്നുണ്ടല്ലോ രാവിലെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ്. ഇത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം, ആൾക്ക് ലഞ്ച് കൊണ്ടുപോകണം. കുട്ടികൾ പോയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം റെഡി ആവില്ല. അപ്പോൾ ആദ്യം തന്നെ ചോറ് വേവിച്ച് വെച്ചാൽ അതൊരു സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഇതിൻ്റെ കാര്യം നോക്കുന്നത്. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കും. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിളപ്പിച്ചിട്ട് വാർത്ത് വയ്ക്കും. അതുപോലെ അപ്പുറത്തുള്ള അടുപ്പത്ത് ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാലക് ചീര ഉണ്ടല്ലോ, അതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളവും വേറൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചീര നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് കോരി വേറെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ നമുക്കതൊന്ന് അരച്ചെടുക്കണം. പാലക് പറാത്തയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഞാനിതൊന്ന് വേവിച്ച് അരച്ചൊക്കെ എടുക്കുന്നത്. അതിനുള്ള ഈ ഒരു ആട്ട ഉണ്ടല്ലോ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പാലക്ക് വേവിച്ചതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി ഈ ഒരു മാവിലേക്ക് ഞാൻ കുറച്ച് അയമോദകവും കുറച്ച് കലോഞ്ചി, കുറച്ച് വെളുത്ത എള്ള്, കുറച്ച് ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ബാക്കി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് ആ ഒരു മാവ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പാലക്ക് ഇപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, സമയം കിട്ടിയില്ല അത് കുറേ ഇരുന്ന് നന്നാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്കി പാലക്ക കൊണ്ട് ഉച്ചക്കിലേക്ക് കറിയും കൂടി വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചത്. പിന്നെ സമയക്കുറവും കാരണം. അപ്പോൾ ഞാൻ നന്നായി കുഴച്ച് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിനൊരു ചമ്മന്തിയാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ ഓൾറെഡി പച്ചമുളക് ചേർത്ത കാരണം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ കുറച്ചൊന്ന് കൂടിപ്പോയി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് അരച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ എരിവൊത്തിരി കമ്മിയാവാൻ. പിന്നെ നമുക്ക് പറാത്ത റെഡിയാക്കാം. അതൊന്നുമില്ല, കുറച്ച് നെയ്യൊക്കെ തൊട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ച് ഈ പച്ചക്കറി അതുപോലെ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ നമുക്ക് ഇതിൽ പറാത്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ കഴിച്ചോളും. എൻ്റെ ഇവിടെ അങ്ങനെ ഈ ചീരൊക്കെ കഴിക്കാനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോന്നേ ഉള്ളൂ. നല്ലതാണല്ലോ, ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് പറാത്തയും അതുപോലെ തന്നെ ഈ ഒരു ചമ്മന്തിയും അവരുടെ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി. പിന്നെ ഷോർട്ട് ബ്രേക്കിനും ഞാൻ ഫ്രൂട്ട്സും ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ജസ്റ്റ് മെയിൻ ബ്രേക്കിനുള്ളത്, ലഞ്ച് ബ്രേക്കിനുള്ളത് മാത്രം റെഡിയാക്കുന്നതും പാക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കണുള്ളൂ. പിന്നെ ചോറും ബാക്കി കറികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് സമയം പോലെ കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് റെഡിയാക്കുന്നത്. ചോറ് ഇടയ്ക്ക് ഞാൻ വാർത്ത് വെച്ചു. ബാക്കി അതിനുള്ള കറി ഉപ്പേരിയൊക്കെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പിന്നെയാണ് റെഡിയാക്കിയത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.